കുപ്രസിദ്ധ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചും കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയുള്ള ഭീഷണി ആവർത്തിച്ചും വീണ്ടും രംഗത്തെത്തി. പോലീസ് ഇൻസ്പെക്ടറെ മുമ്പ് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയുടെ പുതിയ നടപടി. ഒളിവിലുള്ള ആയങ്കിയെ എങ്ങനെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പുന്നേക്കാട് റിസോർട്ടിൽ സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നതിനിടെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശ്രമം എന്ന പേരിൽ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് കുപ്രസിദ്ധ ക്രിമിനൽ കണ്ണൂർ സ്വദേശിയായ അർജുൻ ആയങ്കിയും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വെല്ലുവിളിയും ആവർത്തിച്ചുള്ള ഭീഷണിയും. ഗൂഢാലോചന കേസിൽ 1 മാസത്തിലധികം റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെ കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പെൻഷൻ വാങ്ങി ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. ഇതിന്റെ പേരിൽ അർജുൻ ആയങ്കിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടർ ആദർശിന് അന്വേഷണ ചുമതല നൽകുകയും ചെയ്തു. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതി വീണ്ടും പോലീസിനെതിരെ തിരിഞ്ഞത്. ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടറെ വെല്ലുവിളിക്കുന്നതാണ് അർജുൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വോയിസ് റെക്കോർഡിലെ ആദ്യ ഭാഗം. സ്റ്റേഷനിൽ ഹാജരാകാനുള്ള തീരുമാനം മാറ്റിയെന്നും തന്നെ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്ക് എന്നുമാണ് അർജുന്റെ വെല്ലുവിളി. മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണെന്നും അർജുൻ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാന്ന് പറഞ്ഞ ഒരുത്തന വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആള് നിൻ്റെ ആളായിരിക്കും. കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർക്കെതിരായ ഭീഷണി അർജുൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുക്കാനുള്ള സമയമാകുമ്പോൾ കൊടുക്കും എന്നാണ് പരാമർശം. അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എനിക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷനും എടുത്തിട്ട് അവരുടെയൊക്കെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് നീ പിടിക്കും. ഇനി ഞാനും അതേ സെറ്റപ്പ് തന്നെ. ഞാൻ മര്യാദയ്ക്ക് അതിനോട് പറഞ്ഞ് കീഴടങ്ങുമല്ല ഹാജരാവാം. കീഴടങ്ങൽ എന്നുള്ളൊരു ഒരു പദപ്രയോഗം. ഹാജരാവാം ഞാൻ മര്യാദയ്ക്കിനോട് പറഞ്ഞു. അപ്പോൾ എനിക്കെന്നെ പിടിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നീ പിടിക്കും. നീ നിന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ട്. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാൻ ഈ കീഴടങ്ങുന്നില്ല, ഹാജരാകുന്നില്ല, ഒരു പറയൂല കേട്ടാ. ഒളിവിലിരുന്ന് വെല്ലുവിളിയും ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ഏതുവിധേനയും അർജുനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ പോലീസ് നിയോഗിച്ചതായാണ് അറിയുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്കും അർജുനായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ അർജുനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനും പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. കോതമംഗലം പോലീസ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ അർജുന് ആദ്യ കേസിൽ നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ 11-ാം തീയതി കോടതി വീണ്ടും പരിഗണിക്കും. ജാമ്യം റദ്ദാക്കിയാൽ അർജുനെ പൂട്ടാൻ കൂടുതൽ എളുപ്പമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. GTV ന്യൂസ്, കോതമംഗലം.